ഹോസാന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതെ, നമുക്ക് ഒന്ന് അർത്ഥം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. വെൽക്കം ടു വി ജെ ടോക്സ്. പുരാതന നഗരങ്ങളിൽ യെരുശലേം നഗരം ഏറ്റവും പ്രസിദ്ധമായിരുന്നു. ഈ യെരുശലേം നഗരവീതിയിലൂടെ യേശു കർത്താവ് ഒരു കഴുതയുടെ പുറത്ത് കയറി സഞ്ചരിച്ചു വരികയായിരുന്നു. ആ നിമിഷം അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മരച്ചില്ലകൾ വെട്ടിയിടുകയും വഴിവീതികൾ വെട്ടിയിടുകയും തൻ്റെ വസ്ത്രങ്ങൾ നിലത്തിടുകയും ചെയ്ത് അവർ അത്യുച്ചത്തിൽ പാടി, ഹോസാന ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന. എന്താണ് ഈ ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് നോക്കിയാൽ, യഥാർത്ഥമായും ഹീബ്രു അരമായ ഭാഷകൾ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഭാഷയാണ്, ഒരു വേർഡാണ് ഹോസാന എന്ന് പറയുന്നത്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക, സേവസ് എന്ന് പറയുന്നതാണ്. യഥാർത്ഥമായും റോമൻ ഭരണ കീഴിലായിരുന്ന തങ്ങളെ, യഹൂദരെ രക്ഷിക്കുവാൻ രക്ഷകൻ മെസ്സിഹ വരുമെന്ന് അവർ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. യേശു കർത്താവിന് ഈ ഒരു മൊമെൻറ്റിൽ അവർ തിരിച്ചറിഞ്ഞു, അവരെ രക്ഷിക്കുവാനുള്ള മെസ്സിഹ ദേ കഴുതപ്പുറത്ത് കയറി ഞങ്ങളുടെ അടുക്കൽ വരുന്നു. അതുകൊണ്ട് ഇനി റോമൻ ഭരണത്തെ താഴെയിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഞങ്ങളുടെ രാജാവാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞ് അവർ ആ അത്യുച്ചത്തിൽ ചേർന്ന് വിളിച്ചു, ഹോസാന. ശരിക്കും യേശു കർത്താവ് അവിടെ പ്രത്യക്ഷത്തിൽ ഒരു ഭരണമാറ്റമല്ല അവിടെ ചെയ്തത്. നമുക്കറിയാം, ഒരിക്കലും യേശു കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഈ രാജ്യമെന്ന് പറയുന്നത് ഐഹികമല്ല, ഇവിടെ കാണുന്ന ഒരു രാജ്യമല്ല, ഞാൻ ഇവിടുത്തെ ഒരു രാജാവായിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് പാപത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയത്രേ യേശു കർത്താവ് വന്നത്. അവർ ഒരു ഭൂമിയിലെ രാജാവിനെ പ്രതീക്ഷിച്ചുവെങ്കിൽ നമുക്കറിയാം യേശു കർത്താവ് അവരെ വീണ്ടെടുക്കുവാൻ വന്ന യഥാർത്ഥ രക്ഷകനായിരുന്നു. ഇന്ന് ആരാധനകളുടെ മധ്യേക്ക് നമ്മൾ ഹോസാന പാടുമ്പോൾ ഇനി ഹൃദയത്തിൽ നിന്ന് അർത്ഥം ഉൾക്കൊണ്ട് പാടണം, ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ രക്ഷകന് സ്തുതി. ഹോസാന എന്ന് അത്യുച്ചത്തിൽ ആർപ്പിടുമ്പോൾ പറയണം, ഞങ്ങളുടെ രക്ഷകന് സ്തുതി.